കഫേയിലാണ് കേട്ടോ ഇന്നെനിക്ക് പണി ഉണ്ടായിനെ. അപ്പം വെറുതെ ഇങ്ങനെ ഇരുന്ന് വിശന്നപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന്. അങ്ങനെ ബിരിയാണീൻ്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരു റൈസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ നേരെ പീടികയിൽ പോയിട്ട് കുറച്ച് തക്കാളിയും ഉള്ളിയും പച്ചമുളകും മല്ലിച്ചപ്പൊക്കെ വെറും 20 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ വാങ്ങി വന്നത്. പിന്നെ അരി ഇതാ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് കഴുകിയപ്പോൾ കുറച്ച് വെള്ളം അതിൽ ഒഴിച്ച് വെച്ചതേ ഉള്ളൂ. പിന്നെ ഫ്ലേവർ കുറച്ച് അധികം വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ പിന്നെ വേറെ പാത്രമൊന്നുമില്ല, ഇവിടെ ഉള്ളൊരു പാത്രം എടുത്തിട്ട് ഞാൻ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ ഈ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ പട്ട ഗ്രാമ്പു അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ടോ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഈ തക്കാളി ഉള്ളിയും പച്ചമുളകും ഒക്കെ കൂടെ ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്. ഒന്നും ഞാൻ സെപ്പറേറ്റ് ഇട്ട് വഴറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ഉപ്പ് ഇട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ച് അതിൻ്റെ ഇടയ്ക്കാണ് ഒരു കസ്റ്റമർ വന്ന് കോഫി ചോദിച്ചത്. പിന്നെ ഞാൻ ആ കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ബാക്കി പരിപാടി നോക്കിയത്. അങ്ങനെ ഉള്ളി വഴണ്ട് വന്നപ്പോൾ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ പൊടി ഐറ്റംസ് ഒക്കെ ഞാൻ ഇട്ട് കൊടുത്ത് കുരുമുളകൊക്കെ ഇട്ടോണ്ടിട്ടോ എൻ്റെ കയ്യിലാവുന്നില്ലായിരുന്നു. പിന്നെ മല്ലിയിലയും കൂടെ ഇട്ട് ഇളക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ ഈ അരി എടുത്ത് അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് കുറച്ച് നേരം ഇളക്കി കൊടുത്തതിന് ശേഷമാണ് അതിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നൊക്കെയാണ് ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ കണക്ക് കണ്ടത്. പക്ഷേ അവസാനം എനിക്കിത് വെന്ത് വരാൻ ഒരു 2.5 ഗ്ലാസോളം വെള്ളം വേണ്ടി വന്നിട്ടോ. എൻ്റെ കുഴപ്പമാണോ അരിയുടെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള എൻ്റെ ഒരു കോഫി കൂടിയാണ് കേട്ടോ ഇത്. അതിന് ശേഷം ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് പെരി പൗഡറും ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ചിക്കൻ പൊരിച്ചത്. അങ്ങനെ ചിക്കനും റൈസും ഒക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് എൻ്റെ ഒരു ഡെക്കറേഷനാണ് കേട്ടോ. പ്ലേറ്റിൽ ഞാൻ വെറുതെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാണ്. അങ്ങനെ നമ്മൾ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ചിക്കൻ ശരിക്കും അൽഫാം പോലെ ഉണ്ടായിനെ.